തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നിന്നാണ് ഇങ്ങനെയൊരു കൊലപാതകത്തിന്റെ വാർത്ത, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നത്. യുവാവ് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കുറ്റസമ്മതം നടത്തുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ ഇപ്പോൾ ഈ യുവാവിന്റെ അമ്മ ചികിത്സയിൽ, ഗുരുതര പരിക്കുകളുടെ ചികിത്സയിൽ കഴിയുകയാണ്. 2 സഹോദരിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മുഹമ്മദ് ആഷിഖ് തുടരുന്നുണ്ട്. ആഷിഖ്, കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അമൃത, ഇതുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത തുടരുകയാണ് എന്ന് തന്നെ പറയാം. 2 പേർ മരണപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള വെഞ്ഞാറമൂട്ട് ഗോകുലം ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഈ ആക്രമണം നടത്തിയ അഫാൻ എന്ന യുവാവിന്റെ 23-കാരന്റെ മാതാവാണ് എന്നുള്ളതും സ്ഥിരീകരിക്കാം. 2 പേർ മരണപ്പെട്ടതിൽ ഒരാൾ ഈ അഫാന്റെ സഹോദരനാണ് എന്നുള്ളതും ഉറപ്പാണ്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇതേവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസ് കൂടുതൽ പുറത്തുവിടുന്നില്ല. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വൈകുന്നേരത്തോടെ ഒരു യുവാവ് 23 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഏതാണ്ട് 6ഓളം പേരെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂരമായ കൊലപാതകം നടത്തി. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആഷിഖിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സെയ്ഫിന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? അമൃത, അതിദാരുണമായ, നമ്മൾ കേട്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിന്റെ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ള അതിന്റെ ഒരു കുറച്ചുകൂടി സമയമെടുത്താൽ മാത്രമേ അതിനകത്ത് എത്രത്തോളം വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഒരു യുവാവ്, 23 വയസ്സുള്ള അഫ്സാൻ എന്ന് പേരുള്ള ഒരു യുവാവ് ആറ്റിങ്ങൽ ഡിവൈഎസ്പി ഓഫീസിൽ വന്നിട്ട് താൻ 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് അവിടെ കുറ്റസമ്മതം, കൺഫെഷൻ നടത്തുകയാണ് ചെയ്തത്. 2 പേർ മരണപ്പെട്ടു എന്ന് ഇതിനോടകം തന്നെ അമൃത സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഒരു യുവാവുണ്ട്. അത് ഈ അഹ്സാൻ എന്ന് പറയുന്ന ഈ പയ്യന്റെ, അതായത് 23 വയസ്സുള്ള ഈ കൊല നടത്തി എന്ന് പറയുന്ന ആളുടെ സഹോദരനാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് അവിടെയുള്ള നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ അഹ്സാന്റെ അനുജനൊപ്പം വന്ന ഒരു യുവതിയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ അഹ്സാന്റെ അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് അതിനകത്ത് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്പർ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും അതിനകത്ത് അല്പസമയത്തിനകം തന്നെ അമൃത നമുക്ക് കൂടുതൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും. 6 കൊലപാതകങ്ങൾ താൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ആ യുവാവ് പറയുന്നത്. 23 വയസ്സുള്ള ആളാണ്. 23 വയസ്സുള്ള ആള് എന്തിനാണ് ഈ 6 കൊലപാതകങ്ങൾ നടത്തുന്നത് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ലഹരി എങ്ങനെ ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമുണ്ടോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള അതെ, മൊത്തത്തിൽ അവ്യക്തതയാണ്. സേഫി സൂചിപ്പിച്ചതുപോലെ തന്നെ 23 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യനാണ്. അപ്പോൾ ഇങ്ങനെ 6 പേരെയൊക്കെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് സ്വമേധയാ പോലീസിന്റെ അടുത്ത് വന്ന് കുറ്റം സമ്മതിക്കുന്നു. അതിൽ കുടുംബക്കാരൊക്കെ തന്നെ ഉണ്ട്, സഹോദരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ബാക്കിയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ സേഫ്? അത് അമൃത, അതിനകത്താണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഇത് ഒരു യുവാവ്, ഇപ്പോ നമുക്ക് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു യുവാവ് ഒരു പോലീസ് സ്റ്റേഷനിൽ മുന്നിലേക്ക് വന്ന് ഒരു ഡിവൈഎസ്പിയുടെ മുന്നിൽ പറയുകയാണ് ഒരു 6 പേരെ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതിനകത്ത് 2 പേരുടെ മരണം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. 2 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു യുവതിയും ഒരു യുവാവും ഉണ്ട്. ഈ യുവാവ് എന്ന് പറയുന്നത് ഈ അഹ്സാൻ എന്ന് പറയുന്ന ഈ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന 23 വയസ്സുള്ള ഇയാളുടെ ബ്രദറാണ്, അതായത് സഹോദരനാണ്. ഈ സഹോദരനൊപ്പം വന്നതാണ് ഈ പെൺകുട്ടി. അത് പ്രണയിനിയാണോ അതോ മറ്റെന്തെങ്കിലും ഈ സഹോദരിയാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇവര് 2 പേരും എന്തായാലും കൊല്ലപ്പെട്ടു. ഉമ്മയെ വെട്ടിയിട്ടുണ്ട്. ഈ അഹ്സാൻ എന്ന് പറയുന്ന ആൾ ഉമ്മയെ വെട്ടിയിട്ടുണ്ട്. ഉമ്മയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. എന്താണ് കാര്യം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. മരണം എത്ര ഉണ്ട് എന്ന് നമുക്കൊരു വ്യക്തമായി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുള്ളത്. കാരണം പോലീസുകാരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ പോലീസുകാരും ആകെ ഞെട്ടിയിരിക്കുകയാണ്. ഒരു യുവാവ് ഇങ്ങനെ വന്ന് പറഞ്ഞ് അതിന്മേൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള പരിശോധന നടത്തുക എന്നുള്ളതാണ് പ്രാഥമികമായി അവർ ചെയ്യുക. അതിനിടയിൽ നമ്മുടെ ഫോൺ എടുത്തിട്ട് അവർക്കൊന്ന് സംസാരിച്ച് ഇതാണ് സംഭവം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാവകാശം അവർക്ക് ഉണ്ടാകുന്നില്ല. നമ്മൾ നേരിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അതിന്റെ വിശദാംശങ്ങൾ തിരക്കുന്നുണ്ട്. എത്രയും വേഗം തന്നെ നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും. എന്തായാലും അവിടുത്തെ നാട്ടുകാരെയോ മറ്റോ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സേഫ്?
നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമൃത. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്പർ നമ്മൾ അവിടെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും രാജേഷ് പുല്ലാമ്പറ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. മികച്ച പഞ്ചായത്തിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ പുല്ലമ്പാറ പഞ്ചായത്തിലാണോ ഈ വീടുള്ളത്? പുല്ലാമ്പറ പഞ്ചായത്തിലാണ് ഈ വീട് ഉള്ളത്. അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ അദ്ദേഹം ബിസിയാണ്. നമുക്ക് നിരന്തരമായി വിളിക്കുമ്പോൾ അദ്ദേഹത്തെ കിട്ടുന്നില്ല. അദ്ദേഹമാണ് ആ സ്ഥലത്ത് ഉള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സേഫ് തുടരൂ.